1 വാമിംഗ് അപ്പ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. കാല് കുറച്ച് ഉയർത്താം. 1 2 3 4 5 6 7 8 9 10. കാൽ നന്നായിട്ട് ഉയർത്താം. തുട ഭൂമിക്ക് പാരലൽ ആവട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. Slow. 1 2 3 4 5 6 7 8 9 10. Running. കാല് പിന്നിൽ മുട്ടിക്കോട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. Slow. 1 2 3 4 5 6 7 8 9 10. രണ്ട് സൈഡിലേക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. Slow. 1 2 3 4 5 6 7 8 9 10. കൈ സ്പ്രെഡ് ചെയ്ത് വെക്കാം. ലെഫ്റ്റ് ലെഗ് റൈറ്റ് ഹാൻഡിലേക്ക്. 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. Slow. 1 2 3 4 5 6 7 8 9 10. ഇനി ഡ്രിൽ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. Slow. 1 2 3 4 5 6 7 8 9 10. ഇനി നമുക്ക് ബോഡി ട്വിസ്റ്റ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. Slow. 1 2 3 4 5 6 7 8 9 10. ഇനി ജമ്പ് ചെയ്യാം. 1 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. ഓക്കെ, റിലാക്സ്. കാലുകൾ അകത്തി വയ്ക്കാം. കൈകൾ മലർത്തി തല പിന്നിലേക്ക് തൂക്കിയിട്ട് വിശ്രമിക്കാം. ശ്വാസത്തിൽ ശ്രദ്ധ. സാവകാശം മുമ്പിലേക്ക് കുനിഞ്ഞു നിൽക്കാം. മുട്ടുകളിൽ കൈവച്ച് ശക്തിയായി ശ്വാസം പുറത്തേക്ക് കളയാം. ഹ 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 ഹ. ഓക്കെ, റിലാക്സ്. പായയുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കാം. അല്ല, പുസ്തകം കാണണം എടുത്തി.
തൊഴുതു നിൽക്കാം. കാൽപാദം മുതൽ ശിരസ് വരെ ശ്രദ്ധിക്കാം. ഒരു ദീർഘശ്വാസം അകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. 1 അർദ്ധചക്രാസനം, 2 പാദഹസ്താസനം, 3 വലതുകാൽ പുറകിലേക്ക് അശ്വസഞ്ചാലനം, 4 രണ്ടു കാലുകളും പുറകിലേക്ക് ചതുരംഗദണ്ഡം, ബോഡി സ്ട്രേറ്റ്, 5 ശശാങ്കം, 6 അഷ്ടാംഗം, 7 ഊർധ്വമുഖം, 8 അധോമുഖം, 9 ശശാങ്കം, 10 വലതുകാൽ മുന്നിലേക്ക്, 11 രണ്ടു കാലുകളും, 12 അർദ്ധചക്രം. നമസ്തേ. 1 അർദ്ധചക്രം, 2 പാദഹസ്തം, 3 ഇടതുകാൽ പുറകിലേക്ക്, 4 രണ്ടു കാലുകളും, 5 ശശാങ്കം, 6 അഷ്ടാംഗം, 7 ഊർധ്വമുഖം, 8 അധോമുഖം, 9 ശശാങ്കം, 10 ഇടതുകാൽ മുന്നിലേക്ക് അശ്വസഞ്ചാലനം, 11 രണ്ടു കാലുകളും പാദഹസ്തം, 12 അർദ്ധചക്രം. നമസ്തേ. ശ്വാസം എടുത്തുകൊണ്ട് അർദ്ധചക്രം, ശ്വാസം വിട്ടുകൊണ്ട് പാദഹസ്തം, ശ്വാസം എടുത്തുകൊണ്ട് വലതുകാൽ പുറകിലേക്ക് അശ്വസഞ്ചാലനം, ശ്വാസം വിട്ടുകൊണ്ട് ചതുരംഗദണ്ഡം, ബോഡി വളയരുത്, സ്ട്രെയിറ്റ് ആയിട്ട്. 5 ശശാങ്കം, ശ്വാസം എടുത്ത് വിട്ട് ശശാങ്കം, ശ്വാസം എടുത്ത് വിട്ട് അഷ്ടാംഗം, ശ്വാസം എടുത്തുകൊണ്ട് ഊർധ്വമുഖം, ശ്വാസം വിട്ടുകൊണ്ട് അധോമുഖം, ശ്വാസം എടുത്ത് വിട്ട് ശശാങ്കം, ശ്വാസം എടുത്തുകൊണ്ട് വലതുകാൽ മുന്നിലേക്ക് അശ്വസഞ്ചാലനം, ശ്വാസം വിട്ടുകൊണ്ട് രണ്ടു കാലുകളും പാദഹസ്തം, ശ്വാസം എടുത്തുകൊണ്ട് അർദ്ധചക്രം, ശ്വാസം വിട്ടുകൊണ്ട് നമസ്തേ. 1 ശ്വാസം എടുത്തുകൊണ്ട്, 2 ശ്വാസം വിട്ടുകൊണ്ട്, 3 ശ്വാസം എടുത്തുകൊണ്ട് ഇടതുകാൽ, 4 ശ്വാസം വിട്ടുകൊണ്ട് രണ്ടു കാലുകളും, ബോഡി സ്ട്രേറ്റ്, ശ്വാസം എടുത്തു വിട്ട് ശശാങ്കം, ശ്വാസം എടുത്തു വിട്ട് അഷ്ടാംഗം, ശ്വാസം എടുത്തുകൊണ്ട് ഊർധ്വമുഖം, ശ്വാസം വിട്ടുകൊണ്ട് അധോമുഖം, ശ്വാസം എടുത്തു വിട്ട് ശശാങ്കം, ശ്വാസം എടുത്തുകൊണ്ട് ഇടതുകാൽ മുന്നിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് രണ്ടു കാലുകളും, ശ്വാസം എടുത്തുകൊണ്ട് അർദ്ധചക്രം, ശ്വാസം വിട്ടുകൊണ്ട് നമസ്തേ. 1 അർദ്ധചക്രം, സഹസ്രാരത്തിൽ ശ്രദ്ധ, 2 പാദഹസ്തം, മൂലാധാരം, 3 വലതുകാൽ പുറകിലേക്ക് അശ്വസഞ്ചാലനം, ആജ്ഞാചക്രം, 4 ചതുരംഗദണ്ഡം, ബോഡി സ്ട്രേറ്റ്, മണിപൂരകം, ശ്വാസം എടുത്ത് വിട്ട് ശശാങ്കം, വിശ്രമം, ശ്വാസം എടുത്ത് വിട്ട് അഷ്ടാംഗം, സ്കാനിങ്, മൂലാധാരം മുതൽ സഹസ്രാരം വരെയും താഴോട്ട് സ്കാൻ ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് ഊർധ്വമുഖം, സ്വാധിഷ്ഠാനം, ശ്വാസം വിട്ടുകൊണ്ട് അധോമുഖം, വിശുദ്ധി, ശ്വാസം എടുത്ത് വിട്ട് ശശാങ്കം, വിശ്രമം, ശ്വാസം എടുത്തുകൊണ്ട് വലതുകാൽ മുന്നിലേക്ക്
വലതുകാൽ മുന്നിലേക്ക്, അശ്വസഞ്ചാലനം, ആജ്ഞാചക്രം. ശ്വാസം വിട്ടുകൊണ്ട് പാദഹസ്തം, മൂലാധാരം. ശ്വാസം എടുത്തുകൊണ്ട് അർദ്ധചക്രം, സഹസ്രാരം. നമസ്തേ അനാഹതം. 1 അർദ്ധചക്രം, സഹസ്രാരം. 2 പാദഹസ്തം, മൂലാധാരം. 3 ഇടതുകാൽ പുറകിലേക്ക്, അശ്വസഞ്ചാലനം, ആജ്ഞാചക്രം. 4 ചതുരംഗദണ്ഡം, മണിപൂരകം. 5 ശശാങ്കം, വിശ്രമം. 6 അഷ്ടാംഗം, സ്കാനിംഗ്. 7 ഊർധ്വമുഖം, സ്വാധിഷ്ഠാനം. 8 അധോമുഖം, വിശുദ്ധി. 9 ശശാങ്കം, വിശ്രമം. 10 ഇടതുകാൽ മുന്നിലേക്ക്, അശ്വസഞ്ചാലനം, ആജ്ഞാചക്രം. 11 പാദഹസ്തം, മൂലാധാരം. 12 അർദ്ധചക്രം, സഹസ്രാരം. നമസ്തേ അനാഹതം. ഓക്കെ, ഇനി സ്പീഡിൽ ചെയ്യാം. 1 2 ഓക്കെ 1 2 3 വലതുകാൽ. 4 5 6 7 8 9 10 വലതുകാൽ. 11 12 നമസ്തേ. 1 2 3 ഇടതുകാൽ. 4 5 6 7 8 9 10 ഇടതുകാൽ. 11 12 നമസ്തേ. 1 2 3 വലതുകാൽ. 4 5 6 7 8 9 10 വലതുകാൽ. 11 12 നമസ്തേ. 1 2 3 ഇടതുകാൽ. 4 5 6 7 8 9 10 ഇടതുകാൽ. 11 12 നമസ്തേ. 1 2 3 വലതുകാൽ. 4 5 6 7 8 9 10 വലതുകാൽ. 11 12 നമസ്തേ. 1 2 3 4 5 6 7 8 9 10 11 12 നമസ്തേ. ഓക്കെ, ഇനി കിടന്ന് വിശ്രമിക്കാം. മലർന്ന് കിടന്നോളൂ. കൈകൾ മലർത്തി വെക്കാം. വിട്ട് ശരീരത്തിന്റെ ഭാരം ഭൂമിക്ക് കൊടുത്ത് വിശ്രമിക്കാം. ഓക്കെ, ഇന്ന് തുടങ്ങാം. കാലുകൾ അടുപ്പിച്ച് വെക്കാം. കൈകൾ ശരീരത്തിനോട് ചേർത്ത് വെക്കാം. ശ്വാസം എടുത്തുകൊണ്ട് 2 കാലുകളും ഉയർത്തി 45 ഡിഗ്രി ആക്കി വെക്കാം. ബട്ടക്സിനെ പിടിച്ച് ഒന്ന് ഉയർത്തി 45 ഡിഗ്രി ആക്കി. കണ്ണിന് മീതെ കാലിന്റെ തള്ളവിരൽ വരുന്ന വിധത്തില് വിപരീത കരണീ മുദ്ര ഹോൾഡ് ചെയ്തോളൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14
15. സാവകാശം കാല് താഴത്തേക്ക് കൊണ്ടുവരാം. ബട്ടക്സ് താഴത്തേക്ക് കൊണ്ടുവരാം. കാല് താഴത്തേക്ക് കൊണ്ടുവരാം. തല ഉയർത്താണ്ട് വിശ്രമിക്കാം. ഇനി രണ്ടാമത്തെ പോസ്റ്റർ ചെയ്യാം. സർവാംഗാസനം. ശ്വാസം എടുത്തുകൊണ്ട് 2 കാലുകൾ ഉയർത്താം. ബട്ടക്സിനെ ഉയർത്താം. കാലുകളെ തലയുടെ മുകളിലേക്ക് കൊണ്ടുവരാം. അതിനുശേഷം മുകളിലേക്ക് ഉയർത്തി ഉയർത്തി സ്ട്രെയിറ്റ് ആക്കാൻ നോക്കാം. ബോഡി കഴുത്തിന്റെ അവിടുന്ന് 90 ഡിഗ്രി ആക്കി കാലുകൾ സ്ട്രെയിറ്റ് ആക്കുകയാണ്. ഫൈനൽ പോസ്റ്റർ. ഹോൾഡ് ചെയ്തോളൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. വളരെ സാവകാശം കാല് മടക്കാൻ വേണമെങ്കിൽ പതുക്കനെ കാലിനെ തലയുടെ മുകളിലേക്ക് കൊണ്ടുവരാം. പതുക്കനെ കൈ കൊണ്ട് പിടിച്ച് ദേഹത്തിന് ഇറക്കാം. തല ഉയർത്താതെ. പിന്നെ കാല് നീട്ടി വെച്ച് വിശ്രമിക്കാം. അടുത്തത് ഹലാസനം. കാലുകൾ അടുപ്പിച്ച് വെക്കാം. കൈകൾ ശരീരത്തിനോട് വെക്കാം. ശ്വാസം എടുത്തുകൊണ്ട് 2 കാലുകൾ ഉയർത്താം. തലയുടെ മുകളിലേക്ക് വെച്ച് പിന്നില് നിലത്ത് മലർത്തി വെക്കാം. സാവകാശം കൈകള് താഴെ നീട്ടി വെക്കാം. വേണമെങ്കിൽ കൂട്ടിപ്പിടിച്ച് കൈനെ വലിച്ച കാല് വീണ്ടും പിന്നിലേക്ക് നന്നായി വെക്കാൻ പറ്റും. വലിച്ചു വെക്കാൻ പറ്റും. ഹോൾഡ് ചെയ്തോളൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. സാവകാശം കാല് പതുക്കനെ ഉയർത്താം. വേണമെങ്കിൽ ഒന്ന് മടക്കാം. പതുക്കനെ പിടിച്ച് ബട്ടക്സിൽ പിടിച്ച് ഇറക്കി കൊണ്ടുവരാം. കാല് നീട്ടി വെക്കാം. കൈകൾ മലർത്തി വെച്ച് വിശ്രമിക്കാം. ഇനി ഈ 3 ആസനങ്ങൾക്കും വിപരീതമായിട്ടുള്ള മത്സ്യാസനം ചെയ്യാം. അർദ്ധ മത്സ്യാസനോ പൂർണ്ണ മത്സ്യാസനോ ചെയ്യാം. പൂർണ്ണ മത്സ്യാസനത്തില് കാല് ചമ്മടം മറിഞ്ഞാണ് വെക്കേണ്ടത്. എന്നിട്ട് കൈകൊണ്ട് പിടിച്ച് അമർത്തിയാണ് വെക്കേണ്ടത്. പക്ഷെ ഇപ്പൊ ക്ലാസ്സിൽ നമ്മള് അർദ്ധ മത്സ്യാസനം ചെയ്യാം. കാലുകൾ നീട്ടി വെക്കാം. കൈകള് 2 വശത്തും വെക്കാം. ശ്വാസം എടുത്തുകൊണ്ട് കൈമുട്ടിൽ ബലം കൊടുത്ത് ശരീരത്തിനെ ഉയർത്താം. അതിനുശേഷം ശരീരത്തിനെ വളച്ച് നിലത്ത് മുട്ടിക്കാം. നിലത്ത് മുട്ടിക്കഴിഞ്ഞാൽ മാത്രം കൈയെടുത്തിട്ട് നെഞ്ചിന് മീതെ വെക്കാം. കൈപ്പത്തി നെഞ്ചിന് മീതെ, നെഞ്ചിന് ജസ്റ്റ് താഴെ വരാം. ഹോൾഡ് ചെയ്തോളൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. പതുക്കനെ കൈ താഴെ വെക്കാം. കൈമുട്ടുമ്മ ബലം കൊടുത്ത് ശരീരത്തിനെ ഉയർത്താം. സാവകാശം ശരീരത്തിനെ താഴേക്ക് കൊണ്ടുവരാം. വിശ്രമിക്കാം. നമുക്ക് അടുത്ത് 4 നടരാജാസനങ്ങൾ ചെയ്യാം. കൈകള് ഷോൾഡർ ലെവലിൽ വെക്കാം. ശ്വാസം എടുത്തുകൊണ്ട് വലതുകാൽ ഉയർത്താം. ഇടത് കൈപ്പത്തിയിലേക്ക് വെക്കാം. നോട്ടം വലത്തോട്ട്. ഷോൾഡർ താഴെ തന്നെ ഇരിക്കണം. അത്ര കാലിനെ ഉയർത്തിയാൽ മതി. കാല് നീട്ടിയിരിക്കണം. ഓക്കെ, ഹോൾഡ് ചെയ്തോളൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ശ്വാസം എടുത്തുകൊണ്ട് കാല് ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴേക്ക്. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ഇടതുകാൽ ഉയർത്താം. വലത് കൈപ്പത്തിയിലേക്ക് വെക്കാം. നോട്ടം ഇടത്തോട്ടേക്ക്. ഷോൾഡർ താഴെ തന്നെ ഇരിക്കണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ശ്വാസം എടുത്തുകൊണ്ട് കാല് ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴേക്ക്. റിലാക്സ്.
ഇനി ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലുകളും ഒരുമിച്ച് ഉയർത്താം. രണ്ട് കാലും ഒരുമിച്ച് ഇടത് കൈവശ പത്തിയിലേക്ക് കൊണ്ടുവരാം. നോട്ടം വലത്തോട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. രണ്ട് കാലുകൾ ഒരുമിച്ച് ഉയർത്തി ഇടതുവശത്തേക്ക് കൊണ്ടുപോകാം. വലതുവശത്തേക്ക് കൊണ്ടുപോകാം. നോട്ടം ഇടത്തോട്ടേക്ക്. 1 ഷോൾഡർ നിലത്ത് തന്നെ ഇരിക്കണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലുകൾ ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴേക്ക്. റിലാക്സ്. മൂന്നാമത്തെ നടരാജാസനം ചെയ്യാം. കൈകൾ ഷോൾഡർ ലെവലില് വെക്കാം. വലത് കാൽമുട്ട് മടക്കി ഇടത് തൊടയിൽ വെക്കാം. ഇടത് കൈ കൊണ്ട് കാൽമുട്ടിന്റെ മുകളിൽ പിടിച്ച് കാലിനെ ഇടത് വശത്തേക്ക് ചെരിക്കാം. നോട്ടം വലത്തോട്ടേക്ക്. ഷോൾഡർ താഴെ ഇരിക്കണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ശ്വാസം എടുത്തുകൊണ്ട് കാലുയർത്താം. ഇടത് കാലുയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് കാല് നീട്ടി വെക്കാം. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ഇടതുകാൽ മടക്കി വലത് തൊടയിൽ വെക്കാം. വലത് കൈ കൊണ്ട് ഇടത് കാലിനെ താഴെയാക്കാം. നോട്ടം ഇടത്തോട്ടേക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. സാവകാശം മുട്ടുയർത്താം. കാൽമുട്ട് നീട്ടിവെക്കാം. വിശ്രമിക്കാം. ഇനി രണ്ട് കാൽമുട്ടുകൾ മടക്കി വെക്കാം. കഴിയുന്നത്ര കൈ ഷോൾഡർ ലെവലിൽ വെക്കാം. രണ്ട് കാൽമുട്ടുകൾ മടക്കി കഴിയുന്നത്ര അകലെ വെക്കാം. രണ്ട് കാൽമുട്ടുകളെയും ഇടതുവശത്തേക്ക് കൊണ്ടുവരാം. രണ്ട് കാൽമുട്ടിന്റെയും തൊടയുടെ ഒരു വശം നിലത്ത് മുട്ടാൻ ശ്രമിക്കാം. ഇടത് കാൽമുട്ടിന്റെ കാൽപാദം വലത് കാൽമുട്ടിലോ അല്ലെങ്കിലും തൊടയിലോ മുട്ടാൻ ശ്രമിക്കാം. വലതുവശത്തേക്ക് നോട്ടം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. കാലുകൾ ഉയർത്താം. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയിക്കോട്ടെ. വലത് ഭാഗത്തേക്ക്. 1 2 ഇടത് ഭാഗത്തേക്ക് നോട്ടം. 3 4 5 6 7 8 9 10 11 12 13 14 15. ശ്വാസം എടുത്തുകൊണ്ട് കാല് ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് കാല് നീട്ടിവെക്കാം. വിശ്രമിക്കാം. അടുത്തത് ചക്രാസനാണ്. കഴിയുന്നത്ര ചെയ്താൽ മതി. കൂടുതൽ സ്ട്രെയിൻ കൊടുക്കണ്ട. അവരവർക്ക് പറ്റുന്ന പോലെ ചെയ്യാം. കാലുകൾ മടക്കി ശരീരത്തിനോട് ചേർത്ത് വെക്കാം. കൈകൾ മടക്കി കൈപ്പത്തി മുന്നിലേക്ക് വരുന്ന വിധത്തിൽ ഷോൾഡറിന്റെ രണ്ട് സൈഡിലും വെക്കാം. കാൽപാദത്തിൽ ബലം കൊടുത്തുകൊണ്ട് ബട്ടക്സിനെ ഉയർത്താം. കാൽപാദത്തിൽ ബലം കൊടുത്ത് ബട്ടക്സിനെ ഉയർത്താം. കയ്യിൽ ബലം കൊടുത്തുകൊണ്ട് ഷോൾഡറിനെ ഉയർത്തി തല നെറുക നിലത്ത് മുട്ടിക്കാം. വീണ്ടും കയ്യിൽ പ്രഷർ കൊടുത്തിട്ട് കൈയിനെ ഉയർത്താം. ശരീരത്തിനെ വളച്ചു വെക്കാൻ ശ്രമിക്കാം. 2 3 4 5 6 7 8 9 10 11 12 13 14 15. സാവകാശം ശരീരം തല താഴ്ത്തിക്ക് കൊണ്ടുവരാം. ശരീരം താഴ്ത്തിക്ക് കൊണ്ടുവരാം. കാല് നീട്ടിവെക്കാം. വിശ്രമിക്കാം. അടുത്ത് നമുക്ക് അനന്താസനം ചെയ്യാം. ഏതെങ്കിലും ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടക്കാം.
കൈപ്പത്തി ചെവിയുടെ മുമ്പിൽ കവിളുമ്പിലായിട്ടോ അല്ലെങ്കിൽ ചെവിയുടെ പിന്നിലായിട്ടോ വെക്കാം. മുകളിലുള്ള കാലിനെ ഉയർത്താം. ശ്വാസം എടുത്തുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ ശ്രമിക്കാം. കൈകൊണ്ട് പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കാം, ഇല്ലെങ്കിൽ പിടിക്കണ്ട. എവിടെയാ കൈ മുട്ടണ വെച്ചാൽ അവിടെ മുട്ടിയാൽ മതി. ഹോൾഡ് ചെയ്തോളൂ. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. സാവകാശം കാല് താഴേക്ക് കൊണ്ടുവരാം. ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞു കിടന്നാൽ മതി. കയ്യ് കവിളിലോ ചെവിയുടെ പിൻഭാഗത്തോ ആയിട്ട് വെക്കാം. ശരീരവും കൈയും കാലും എല്ലാം ഒറ്റ ലൈനിലായിട്ട് ഇരിക്കാൻ ശ്രമിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലുള്ള കാലിനെ ഉയർത്താം. കൈ കൊണ്ട് വിരലുമ്മ പിടിക്കാം. ഹോൾഡ് ചെയ്തോളൂ, വലിച്ചു പിടിച്ചോളൂ. കാല് നീട്ടിയിരിക്കട്ടെ. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. സാവകാശം കാല് താഴേക്ക് കൊണ്ടുവരാം. റിലാക്സ്. സാവകാശം എഴുന്നേറ്റിരിക്കാം. വലത് ഭാഗത്ത് കൂടെ ചെരിഞ്ഞ് എഴുന്നേറ്റിരിക്കാം. ഇരുന്നു കൊണ്ടുള്ള ആസനാസ് ചെയ്യാം. ആദ്യം ബദ്ധകോണാസനം ചെയ്യാം. പത്മാസനത്തിന്റെ പ്രിപ്പറേറ്ററി ആസന ബദ്ധകോണം. വളരെ പതുക്കനെ കാലിനെ മുകളിലേക്ക് കൊണ്ടുവരാം. മടക്കി മുകളിലേക്കാക്കാം, താഴേക്കാക്കാം. വളരെ സാവകാശം ഫ്ലാപ്പ് ചെയ്തോളൂ, മുകളിലോട്ടും താഴോട്ടും ഫുള്ളായിട്ട്. അപ്പം ജോയിൻസ് ഒക്കെ നന്നായിട്ട് അനങ്ങും. അതിനുശേഷം കുറച്ച് സ്പീഡ് കൂട്ടി ഫ്ലാപ്പ് ചെയ്തോളൂ. സ്പീഡ് കൂട്ടിക്കോളൂ. കൂട്ടി 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 കൊണ്ടുവരാം. ഓക്കെ, നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്തോളൂ. ഓക്കെ, ഇനി ശരീരത്തിനെ സ്റ്റില്ലാക്കാം. നന്നായി വലിച്ചു പിടിക്കാം. ദേഹത്തിനെ മുകളിലേക്ക് വലിച്ചോളൂ. സാവകാശം മുന്നിലേക്ക് കൊണ്ടുവരാം. പറ്റുന്നത്ര മുന്നിലേക്ക് കൊണ്ടുവരാം. തല മാത്രമല്ല, ദേഹാണ് കൊണ്ടുവരേണ്ടത്. ഹോൾഡ് ചെയ്തോളൂ. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. സാവകാശം ഉയർന്നു വരാം. വീണ്ടും ഒന്നും കൂടി ഫ്ലാപ്പ് ചെയ്തോളൂ, ആ വലിവ് മാറാനായിട്ട്. ഓക്കെ, ഇനി കാലുകൾ നീട്ടി വെക്കാം. വലത് കാല് മടക്കി ഇടത് കൈത്തണ്ടയിലേക്ക് വെക്കാം. ആ ജോയിന്റിലേക്ക് വെച്ചോളൂ, എൽബോ ജോയിന്റിലേക്ക്. മറ്റേ കൈയിനെ കാലിന് അപ്പുറത്ത് കൂടെ എടുത്ത് രണ്ട് കാലുകൾ ശരീരത്തിനോട് ചേർത്ത് വെക്കാം. നന്നായി ആട്ടിക്കൊടുത്തോളൂ, ഒരു കുഞ്ഞിനെ ആട്ടുന്ന പോലെ നന്നായിട്ട് ആട്ടിക്കോളൂ. ആ ഹിപ്പ് ജോയിന്റ് അനങ്ങണത് കണ്ണടച്ച് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഇനി അതിന് കാലിന്റെ മുട്ടിലൊരു ഉമ്മ കൊടുക്കാം, കാലുമ്പിലൊരു ഉമ്മ കൊടുക്കാം. അത്രയും മൂവ്മെന്റ് ഉണ്ടാവും ആ ഹിപ്പ് ജോയിന്റിന്. പതുക്കനെ കാല് കുട്ടി താഴേക്ക് വെക്കാം. ഇനി ഇടത് കാല് മടക്കി വലത് കൈത്തണ്ടയിൽ വെക്കാം. മറ്റേ ഇടത് കൈ കാലിനപ്പുറത്ത് കൂടെ വളച്ചെടുത്ത് നന്നായിട്ട് ആ ജോയിന്റിന് അനക്കി കൊടുത്തോളൂ. കുട്ടി ഉറക്കുന്ന പോലെ ആട്ടി കൊടുത്തോളൂ. ഇനി കാൽമുട്ടിലൊരു ഉമ്മ കൊടുക്കാം, കാൽപാദത്തിലൊരു ഉമ്മ കൊടുക്കാം. സാവകാശം കുട്ടി താഴേക്ക് വെക്കാം. നമ്മുടെ കാല് റെഡിയായി. ഇനി നമുക്ക് പത്മാസനം ചെയ്യാം. വലത് കാല് ഇടത് തൊടയിലേക്ക് കയറ്റി വെക്കാം. ഇടത് കാലിന്റെ കുഴയെ രണ്ട് കൈ കൊണ്ടും പിടിച്ച് വലത് കാലിലേക്ക് തൊടയിലേക്ക് കയറ്റി വെക്കാം. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും ഉയർത്താം. പറ്റാത്തവര് പത്മാസനം ചെയ്താൽ മതി. ശരീരം തല നിവർന്നിരിക്കട്ടെ. നേരെ നോട്ടം. കൈകളെ മുകളിലേക്ക് നന്നായിട്ട് വലിക്കാം. 2, 3, 4, 5. ഓരോ ശ്വാസത്തിലും കൂടുതൽ മുകളിലോട്ട് വലിക്കാം. 7, 8, 9, 10, 11, 12, 13, 14, 15. സാവകാശം കൈയിനെ താഴേക്ക് കൊണ്ടുവരാം. കാലുകൾ മാറ്റാം. ആദ്യം ഇടത് കാല് വലത് കാൽപാദത്തിലേക്ക് വെക്കാം, തൊടയിലേക്ക്. വലത് കാലിന്റെ കുഴയെ പിടിച്ച് ഇടത് കാൽ തൊടയിലേക്ക് വെക്കാം, അല്ലെങ്കിൽ അർദ്ധപത്മം ചെയ്തോളൂ. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും വശങ്ങളിലൂടെ മുകളിലേക്ക് ഉയർത്താം. കഴിയുന്നത്ര
അരക്കെട്ടിനെ വലിച്ചു മുകളിലേക്കാക്കിക്കോളൂ. ഓരോ ശ്വാസത്തിനും മുകളിലേക്ക് വലിച്ചോളൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. സാവകാശം താഴേക്ക് വരാം. റിലാക്സ് ചെയ്തോളൂ. കാലുകൾ നീട്ടി വെച്ച് റിലാക്സ് ചെയ്തോളൂ. അടുത്ത് നമുക്ക് ഗോമുഖാസനം ചെയ്യാം. ഇടത് കാലം മടക്കി വെക്കാം. വലത് കാലം അതിന്റെ മീതെ കൂടെ വെക്കാം. വലത് കൈ താഴേക്കും ഇടത് കൈ മുകളിലുമായിട്ട് കോർത്ത് പിടിക്കാം പിൻഭാഗത്ത്. ശരീരം നിവർന്നിരിക്കട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. സാവകാശം കൈ താഴേക്ക് കൊണ്ടുവരാം. കാല് നീട്ടി വെക്കാം. ഇനി വലത് കാല് മടക്കി ഇടത് ബട്ടക്സിന്റെ അടിയിൽ വെക്കാം. ഇടത് കാല് മറ്റേതിന്റെ മുകളിൽ വെക്കാം. വലത് കൈ മുകളിലും ഇടത് കൈ താഴെയുമായി ശരീരത്തിന്റെ പിൻഭാഗത്ത് കോർത്ത് പിടിക്കാം. കോർത്ത് പിടിക്കാൻ പറ്റണില്ലെങ്കിൽ തോർത്തുമുണ്ടോണ്ട് വലിക്കാം. തോർത്തുമുണ്ടിന്റെ സഹായം ഉപയോഗിച്ചോളൂ. ശരീരം നിവർന്നിരിക്കട്ടെ. 3 4 5 6 7 8 9 10 11 12 13 14 15. സാവകാശം കൈ തിരിച്ചു കൊണ്ടുവരാം. കാല് നീട്ടി വെക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ആസനം ചെയ്യാം. സിംഹാസനം. ഇതിലിരുന്നോളൂ. വജ്രാസനത്തിലിരുന്നോളൂ. 2 കൈകളും കാലിന്റെ ഇടയിൽ അടുപ്പിച്ച് വെക്കാം. കൈ പിന്നിലേക്കായിട്ട് കുത്തി വെക്കാം. ശരീരത്തിന് ഫ്രണ്ടിലേക്ക് കൈയിന്റെ അവിടെ വരയ്ക്ക് വലിച്ചു പിടിക്കാം. നാവ് പുറത്തേക്ക് ഇട്ടോളൂ. കണ്ണുകള് ദൃഷ്ടി പുരികത്തിന് നടുവിലേക്ക്. ശക്തിയായി ശ്വാസം പുറത്തേക്ക് കളയാം. റിലാക്സ്. കൈകൾ മടിയിൽ മലർത്തി വെക്കാം. കണ്ണുകൾ അടച്ച് ശ്വാസത്തിനെ ശ്രദ്ധിക്കാം. റിലാക്സ് ചെയ്യാം. സാവകാശം എഴുന്നേറ്റ് നിൽക്കാം. നിന്നുകൊണ്ടുള്ള ഡിഫിക്കൽട്ട് ആസനാസ് ചെയ്യാം. ആദ്യം ഗോമുഖാസനം. വലത് കാല് അല്ല, ഗോമുഖല്ല, തെറ്റി പറയാനായിട്ട്. ഗരുഡാസനം. വലത് കാല് മടക്കി ഇടത് തുടയിൽ കൂടെ ചുറ്റി വെക്കുക. അത് കാലിപ്പുറത്തേക്ക് വരുന്ന തരത്തില് ലോക്ക് ചെയ്ത് വെക്കുക. വലത് കൈ ആദ്യം, പിന്നെ ഇടത് കൈ വെച്ച് ചുറ്റി ഒന്നും കൂടിയും ചുറ്റി വെക്കുക. ബാലൻസിന്റെ പോലെ ചെയ്തോളൂ. മൂക്കിന്റെ അവിടെ 2 കൈകളും വരട്ടെ. കൈപ്പത്തി ഹോൾഡ് ചെയ്തോളൂ. 3 4 5 6 7 8 9 10 11 12 13 14 15. സാവകാശം കാല് താഴേക്ക് കൊണ്ടുവരാം. ഇനി ഇടത് കാല് വലത് കാലിന് ചുറ്റി വരട്ടെ. കാലൊന്ന് മടക്കി അങ്ങോട്ട് ചുറ്റി വെക്കോളൂ. അതിനുശേഷം ശരീരത്തിന് നിവർത്തിക്കോളൂ. നേരത്തെ എങ്ങനെ കൈവച്ച് അതിന്റെ ഓപ്പോസിറ്റ് വെക്കുക. ഓക്കെ. 2 3 4 5 6 7 8 9 10 11 12 13 14 15. സാവകാശം തിരിച്ചു വരാം. റിലാക്സ്. അടുത്ത പ്രസരിത പാദ ഉത്താനാസനം. കാലുകൾ 4 അടി അകലം വെച്ചോളൂ. കൈകള് ഇടുപ്പില് കുത്തിവെക്കാം. ശ്വാസം എടുത്തുകൊണ്ട് ശരീരത്തിനെ പിന്നിലേക്ക് ഒന്ന് വളയ്ക്കാം. സ്ട്രെച്ച് ചെയ്ത് പിടിച്ചോളൂ. ശ്വാസം വിട്ടുകൊണ്ട് അരക്കെട്ടിന്റെ അവിടുന്ന് താഴേക്ക് കൊണ്ടുവരാം. അരയുടെ അവിടുന്ന് കൈകള് 2 കാലിനിടയിൽ ഒന്ന് തൊട്ട് വെച്ചിട്ട് കാല് കുറച്ചും കൂടി അകത്തി മുകളിലേക്ക് നോക്കിക്കോളൂ. മാർജാരാസനം പോലെ. 1 2 3 4 5
സിക്സ്. കാല് കുറച്ചും കൂടി അകത്താം. കയ്യ് കുത്തിവെച്ച് കൈമുട്ട് മടക്കി തല നെറുക ഇടയിൽ മുട്ടുന്ന തരത്തിൽ വെച്ചോളൂ. ഹോൾഡ് ചെയ്തോളൂ. കാൽമുട്ട് മടങ്ങരുത്. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. സാവകാശം കാലൊന്ന് വേണമെങ്കിൽ അടുപ്പിച്ച് വെക്കാം. മുകളിലേക്ക് വളച്ച് ശരീരം മുകളിലേക്ക് നോക്കാം. ഹോൾഡ് ചെയ്തോളൂ. 2, 3, 4, 5, 6. കാല് കുറച്ചും കൂടി അടുപ്പിച്ച് വെക്കാം. അരക്കെട്ടിൽ കൈ വെക്കാം. ശരീരം പിന്നിലേക്ക് ഒന്ന് വളച്ച് ചാടി ഫ്രണ്ടിലേക്ക് വരാം. ഓക്കെ. അടുത്തത് വീര്യസ്തംഭനാസനം. കാലുകൾ 4.5 അടി അകലെ. വലത് കാല് വലത്തോട്ട്, ഇടത് കാല് സ്വല്പം വലത്തോട്ട്. വലത് കാൽമുട്ട് മടങ്ങട്ടെ. ശരീരം വലത്തോട്ടേക്ക് ചെരിഞ്ഞിരുന്നോട്ടെ. കാല് കുറച്ചും കൂടി അകത്തേക്കോളൂ. അപ്പൊ ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും പിന്നിലേക്ക് വലിച്ചു പിടിക്കാം. ശ്വാസം വിട്ടുകൊണ്ട് 2 കൈകളും കാലിന്റെ ഇടതുവശത്തായിട്ട് കുത്തിവെക്കാം. വലത് കൈയ്യ് വലത് കാലിന്റെ അപ്പുറത്ത് കൂടെ എടുത്തിട്ട് മറ്റേ സൈഡിലേക്ക് വെക്കാം. ആ ഗ്യാപ്പിലേക്ക് തല നെറുക മുട്ടിക്കാം. കാല് നീട്ടി വെച്ചോളൂ, എന്നാലാണ് കൂടുതൽ തല താഴുക. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്താം. കൈ തിരിച്ചു കൊണ്ടുവരാം. ശ്വാസം വിട്ടുകൊണ്ട് ശരീരം ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ഇടത് ഭാഗത്തേക്ക് ചെയ്യാം. ഇടത് കാല് എടുത്തോട്ട്, വലത് കാല് സ്വല്പം എടുത്തോട്ട്. ഇടത് കാൽമുട്ട് മടങ്ങട്ടെ. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകൾ ഉയർത്തി പിന്നിലേക്ക് ശരീരത്തിനെ വലിക്കാം. അതിനുശേഷം മുന്നിലേക്ക് അരയുടെ ഭാഗത്ത് നിന്ന് മുന്നിലേക്ക് കൊണ്ടുവരാം. ഇടത് കാലിന്റെ വലതുവശത്ത് 2 കൈ വെക്കാം. ഇടത് കൈയിനെ കാലിന്റെ അപ്പുറത്ത് കൂടെ വെച്ചിട്ട് ആ ഗ്യാപ്പിലേക്ക് തല താഴ്ത്താം. ആ ഗ്യാപ്പിലേക്ക് തല വെച്ചോളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്താം. കൈ ഉയർത്താം. കൈനെ പിന്നിലേക്ക് തന്നെ വലിച്ച് കൊണ്ടുവരാം. റിലാക്സ്. ലാസ്റ്റ് ആസനം ഉത്കടാസനം. കാലുകൾ തമ്മിൽ ഒരു കസേരയുടെ വലുപ്പം, അതായത് ഏകദേശം 2 അടി അകലെ വെക്കുക. കൈ നേരെ വെക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ശരീരത്തിനെ താഴ്ത്തി കൊണ്ടുവരാം. മുട്ട് കാലിന്റെ നഖത്തിനപ്പുറത്തേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കുക. ശരീരം കഴിയുന്നത്ര സ്ട്രെയിറ്റ് ആക്കാൻ ശ്രമിക്കുക. അത് ചുമരുമ്മ ചാരി നിന്ന് ചെയ്താലും മതി. തുടക്കത്തിലൊക്കെ പതുക്കെ ചുമരുമ്മ ചാരി നിന്ന് ചെയ്തോളൂ. സ്ട്രെയിറ്റ് ആകുമ്പോൾ കാല് കുറച്ച് ഫ്രണ്ടിലേക്ക് വെക്കണം. താഴത്തേക്ക് വരിക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. താഴത്തേക്ക് വന്നോളൂ. 12, 13, 14, 15. താഴേക്ക് പിടിക്കാം. കിടന്ന് വിശ്രമിച്ചോളൂ. ശരീരത്തിന്റെ ഭാരം മുഴുവനും ഭൂമിക്ക് കൊടുത്തുകൊണ്ട് പൂർണ്ണ വിശ്രമം. 2 കൈകളും മലർത്തി അകത്തി വെക്കാം. കാലുകൾ 2 ഭാഗത്തേക്കും ചെരിച്ച് കിടത്താം. ശരീരത്തിൽ എവിടെയെങ്കിലും വേദന തോന്നുന്നുണ്ടെങ്കിൽ അവിടേക്ക് ശ്രദ്ധിച്ച് ഒരു ദീർഘശ്വാസം എടുത്ത് വിടാം. അങ്ങനെ ചെയ്ത് ആ ഭാഗത്തിനൊക്കെ റിലാക്സ് ചെയ്തോളൂ. ഇനി നമുക്ക് ഓരോ ഭാഗങ്ങളെയായിട്ട് ശ്രദ്ധിച്ച് ശരീരത്തിനെ പൂർണ്ണമായ വിശ്രമത്തിലേക്ക് കൊണ്ടുവരാം. വലത് കാൽപാദം ശ്രദ്ധിക്കാം. കാൽപാദം തളരട്ടെ. കാൽക്കുഴ, കാൽമുട്ട്, തുട, എടുപ്പ്. വലതുകാൽ പൂർണ്ണമായി തളരട്ടെ. ഇടതു കാൽപാദം, ഇടതു കാൽക്കുഴ, ഇടതു കാൽമുട്ട്, തുട, എടുപ്പ്. ഇടതുകാൽ പൂർണ്ണമായി തളരട്ടെ. അടിവയർ തളരട്ടെ. വയറ്, നെഞ്ച്. വലതു കൈ പൂർണ്ണമായി തളരട്ടെ. വലത് ഷോൾഡർ തളർത്തിയ കൈ പൂർണ്ണമായി തളരും. കൈപ്പത്തി, റിസ്റ്റ്, ഫോറാം, എൽബോ, ബൈസെപ്സ്, ഷോൾഡർ. വലതു കൈ പൂർണ്ണമായി തളരട്ടെ. ഇടത് ഷോൾഡർ തളരട്ടെ. ഇടതു കൈ തളരുന്നതറിയാം. ഇടത് കൈപ്പത്തി, റിസ്റ്റ്,
ഫോറാം, എൽബോ, ബൈസെപ്സ്. ഇടതുകൈ പൂർണ്ണമായി തളർന്നിരിക്കുന്നു. ശരീരത്തിന്റെ പുറകുവശം തളരട്ടെ. ഓരോ കശേരുക്കളും തളരട്ടെ. അതിനോട് ചേർന്നിരിക്കുന്ന പേശികളും തളരട്ടെ. സ്കാൻ ചെയ്യാൻ നട്ടെല്ലിലൂടെ പൂർണ്ണമായിട്ട് തളരട്ടെ. ശ്രദ്ധ കഴുത്തിന്റെ അവിടേക്ക് കൊണ്ടുവരാം. മുൻകഴുത്തും പിൻകഴുത്തും തളരട്ടെ. വശങ്ങളും തളരട്ടെ. മുഖത്തൊരു പുഞ്ചിരി വിരിയട്ടെ. കീഴ്ത്താടി തളർന്നിരിക്കുന്നത് ശ്രദ്ധിക്കാം. മേൽത്താടി, പല്ല്, നാക്ക്, മൂക്ക്, കണ്ണുകൾ, നെറ്റി, തല, ചെവികൾ, തലയുടെ പുറകുവശം. ശരീരം പൂർണ്ണമായി തളർന്നിരിക്കുന്നു. ഒരു ദീർഘശ്വാസകത്തേക്ക്. ശ്വാസാവകാശം ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ശരീരം തന്നെത്താൻ ശ്വാസം വലിക്കുന്നത് ശ്രദ്ധിക്കാം. അകത്തേക്ക് എടുക്കുന്ന ശ്വാസത്തിൽ ശരീരം വികസിക്കുന്നു. പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിൽ ശരീരം ചുരുങ്ങുന്നു. അകത്തേക്ക് വരുന്ന ശ്വാസത്തിനെ ആദരപൂർവ്വം സ്വീകരിക്കാം. പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിനെ സ്നേഹത്തോടെ പറഞ്ഞു വിടാം. ഓരോ ശ്വാസത്തിനും നമുക്ക് സാക്ഷിയാകാം. ശ്വാസത്തിന്റെ താളം ശ്രദ്ധിക്കാം. ശ്വാസത്തിന്റെ ഡെപ്ത് ശ്രദ്ധിക്കാം. ദൈർഘ്യം. ശ്വാസത്തിന്റെ വേഗത ശ്രദ്ധിക്കാം. ശ്വാസം അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഊർജം ലഭിക്കുന്നു. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ വിശ്രമം ലഭിക്കുന്നു. ഓരോ നിശ്വാസത്തിലും കൂടുതൽ കൂടുതൽ വിശ്രമത്തിലേക്ക് പോകാം. ഉറങ്ങിപ്പോകരുത്. ചിന്തകൾ വന്നുകൊള്ളട്ടെ, പോയിക്കൊള്ളട്ടെ. പൂർണ്ണ വിശ്രമം. ഒരു ദീർഘശ്വാസം അകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. വീണ്ടും ഒരു ദീർഘശ്വാസം അകത്തേക്ക്, പൂർണ്ണമായും പുറത്തേക്ക്. കാലുകൾ അടുപ്പിച്ചു വെക്കാം. കൈകൾ ശരീരത്തിനോട് ചേർത്ത് വെക്കാം. രണ്ട് കൈകളും കോർത്ത് തലയുടെ മുകളിലേക്ക് വലിച്ചു പിടിക്കാം. കാലുകൾ താഴോട്ട് വലിക്കാം. സാവകാശം ഇടതു കൈ മാത്രം തിരിച്ചു കൊണ്ടുവരാം. ഇടത് കാൽമുട്ട് മടക്കി വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കാം. കാലുകൾ നീട്ടിവെക്കാം. സാവകാശം ഇടതു കൈ നെഞ്ചിനു മുന്നിൽ കുത്തി വളരെ പതുക്കനെ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ എഴുന്നേറ്റിരിക്കാം. സുഖാസനത്തിലേക്ക് ഇരിക്കാം. രണ്ട് കൈകളും മടിയിൽ മലർത്തി വെക്കാം. ഒരു ദീർഘശ്വാസം അകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. നാഡീശോധന പ്രാണായാമം ചെയ്യാം. ഇടതുകൈ ചിന്മുദ്രയിൽ, വലതുകൈ കൊണ്ട് വിഷ്ണുമുദ്രയിൽ ദീർഘമായിട്ട് വളരെ ശാന്തമായിട്ടുള്ള ശ്വാസം അകത്തേക്കും ദീർഘമായി പുറത്തേക്കും 5 മിനിറ്റ് തുടരാം.
ഈ റൗണ്ട് കഴിഞ്ഞാൽ ഇടതുവശത്തു കൂടെ ശ്വാസം പുറത്തേക്ക് വിട്ട് വിശ്രമിക്കാം. കൈകൾ മടിയിൽ മലർത്തി വെക്കാം. ഒരു ദീർഘശ്വാസം അകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. മുദ്ര പ്രാണായാമത്തിനായി വജ്രാസനത്തിലേക്ക് വരാം. കൈകൾ ചിൻമുദ്രയിൽ മുട്ടിനു മീതെ വെക്കാം. ദീർഘമായിട്ട് 10 ഉജ്ജയിശ്വാസം. ചിന്മയമുദ്ര തൊടയുടെ നടുവിലായിട്ട് വെക്കാം. ചിന്മയമുദ്ര. ദീർഘമായിട്ട് 10 ശ്വാസം, ഉജ്ജയിശ്വാസം. ആദിമുദ്ര. തള്ളവിരൽ ചെറുവിരലിനടിയിൽ, മറ്റുള്ള വിരലുകൾ മടക്കി വെക്കാം. തൊടയുടെ സ്റ്റാർട്ടിങ്ങിലായിട്ട് വെക്കാം. ദീർഘമായി 10 ഉജ്ജയിശ്വാസം അകത്തേക്കും പുറത്തേക്കും. മേരുദണ്ഡമുദ്ര. ശരീരത്തിന്റെ 2 വശത്തായിട്ട് വെക്കാം. അടിയിലായിട്ട് ദീർഘമായിട്ട് 10 ഉജ്ജയിശ്വാസം.
മടിയിൽ മലർത്തി വയ്ക്കാം. സാവകാശം സുഖാസനത്തിലേക്ക് വരാം. കപാൽഭാതി പ്രാണായാമം ചെയ്യാം. കൈകൾ മടിയിൽ മലർത്തി വയ്ക്കാം. ദീർഘശ്വാസം അകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. കപാൽഭാതി പ്രാണായാമത്തിനായി നോർമൽ ശ്വാസം അകത്തേക്ക്, ശക്തിയായി പുറത്തേക്ക്. ഇൻ, ഔട്ട്, 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 ഔട്ട്. വിശ്രമിക്കാം. ശ്വാസം ശ്രദ്ധിക്കാം. ശ്വാസം ഇല്ലാത്ത അവസ്ഥ അനുഭവിക്കാം. ഒരു ദീർഘശ്വാസം അകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. രണ്ടാമത്തെ റൗണ്ട് കപാൽഭാതിക്ക് തയ്യാറെടുക്കാം. ഒരു നോർമൽ ശ്വാസം അകത്തേക്ക്, ശക്തിയായി പുറത്തേക്ക്. ഇൻ, ഔട്ട്, 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 ഔട്ട്. വിശ്രമിക്കാം. ശ്രമമെടുത്ത് ശ്വാസം വലിക്കേണ്ട. ശരീരം തന്നെത്താൻ ശ്വാസം വലിക്കുന്നത് വരെ നമുക്ക് കാക്കാം. ഒരു ദീർഘശ്വാസം അകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. മൂന്നാമത്തെ റൗണ്ട് കപാൽഭാതിക്ക് തയ്യാറെടുക്കാം. ഒരു നോർമൽ ശ്വാസം അകത്തേക്ക്, ശക്തിയായി പുറത്തേക്ക്. ഇൻ, ഔട്ട്, 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 ഔട്ട്. വിശ്രമിക്കാം. ഒരു ദീർഘശ്വാസം അകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. ഭ്രാമരി പ്രാണായാമത്തിനായി കൈകൾ ചെവിയുടെ മുമ്പിൽ വെക്കാം. 5 വട്ടം ഭ്രാമരി പ്രാണായാമം ചെയ്യാം. ഒരു ദീർഘശ്വാസം അകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. ഭ്രാമരിക്കായി നാവ് അണ്ണാക്കിൽ വെക്കാം. ശ്വാസം അകത്തേക്ക്. വീണ്ടും ശ്വാസം അകത്തേക്ക്.
സാവകാശം കൈകൾ മടിയിൽ മലർത്തി വെക്കാം. ശരീരത്തിലുണ്ടായ സംവേദനങ്ങളെ ശ്രദ്ധിക്കാം. കൈകൾ ബ്രഹ്മമുദ്രയിൽ വെക്കാം. ഒരു ദീർഘശ്വാസം അകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. ഓംകാരത്തിനായി ശ്വാസം അകത്തേക്ക്. അവകാശം കൈകൾ മടിയിൽ മലർത്തി വയ്ക്കാം. ശരീരത്തിലുണ്ടായ വളരെ ചെറിയ ചലനങ്ങളെ ശ്രദ്ധിക്കാം. ചുറ്റുപാടുകളെ ശ്രദ്ധിക്കാം. ചുറ്റുപാടുമുള്ള എല്ലാ ശബ്ദങ്ങളും ശ്രദ്ധിക്കാം. കൈകൾ കൂട്ടി തിരുമ്പാം. കണ്ണിന് മുന്നിൽ ഒരു കപ്പ് പോലെ വെക്കാം. ഒരു വട്ടം കൂടി. കണ്ണിന്, തലയ്ക്കും ദേഹത്തിനും എല്ലാം ചൂട് പകർന്നുകൊണ്ട് സാവകാശം കണ്ണ് ചിമ്മി ചിമ്മി തുറക്കാം.